പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭക്തജനങ്ങളെ, ഈ ദിവ്യക്ഷേത്ര സന്നിധിയിൽ ഭഗവത് കാര്യാർത്ഥം ഒത്തുചേർന്ന നമ്മെ ഭഗവാൻ ഭക്തിയുടെയും അറിവിന്റെയും ആഴങ്ങൾ തിരയുന്ന ഒരു വേദിയിൽ നിങ്ങളോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം വെളിപ്പെടുത്താൻ ഞാൻ ഈ വേദി ആദ്യമായി ഉപയോഗിച്ചു. ഇത്തരമൊരു മഹാവേദിയിൽ ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തുമ്പോൾ എന്തായിരിക്കണം വിഷയം എന്നൊരു കൃത്യമായ സൂചന നോട്ടീസിലോ അല്ലെങ്കിൽ എനിക്കോ ലഭിച്ചിട്ടില്ല. ഒരു കുറ്റോ കുറവോ അല്ല, കാരണം മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ പതിവില്ല, അപൂർവം ചില സ്ഥലത്തേ പതിവുള്ളൂ. അതിനെനിക്ക് തോന്നുന്നത് നമ്മുടെ ഹൈന്ദവ ധർമ്മം വളരെ വിശാലമാണ്. ഈ ഹൈന്ദവ ധർമ്മത്തിനെ സംബന്ധിച്ച് നമ്മൾ ഏത് വിഷയം എടുത്താലും അതെല്ലാം ആധ്യാത്മികതയ്ക്ക് അകത്താണ്. ഇപ്പൊ നമുക്ക് ആധ്യാത്മികതയുമായി ഒരു ബന്ധവും ഇല്ല എന്ന് തോന്നുന്ന യുദ്ധമോ പ്രേമമോ വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയുടെ വലിയ ചട്ടക്കൂടിനകത്ത് വരുന്നവയാണ്. ഇപ്പൊ ധർമാധർമ്മങ്ങൾ ഏറ്റുമുട്ടിയ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധവേദിയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ലോകത്തിന് വേണ്ടി ഗീത ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ യുദ്ധരംഗം പോലും സത്സംഗത്തിനുള്ള വേദിയാണ്, വിഷയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ആധ്യാത്മികതയുമായി ഒരു ബന്ധമില്ലാന്ന് നമ്മൾ സാധാരണ കരുതുന്ന പ്രേമം നോക്കുക, നമുക്ക് പറയാൻ കഴിയുമോ ആധ്യാത്മികതയായിട്ട് ബന്ധമില്ലാന്ന്? രാധാകൃഷ്ണ സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തില് പ്രേമത്തിന് ആധ്യാത്മികതയുമായി ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളിൽ ഏതെടുത്ത് പരിശോധിച്ചാലും എല്ലാത്തിനും ആധ്യാത്മികതയുമായി ബന്ധമുണ്ട് എന്നതാണ് ഹൈന്ദവ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു വിഷയവും എടുത്ത് സംസാരിക്കുകയാണെങ്കിലും അതെല്ലാം ഈ വിശാലമായ ക്യാൻവാസിനകത്ത് പെടും എന്നൊരു സൗകര്യം നമുക്കുണ്ട്. പക്ഷെ നമ്മളിവിടെ ഏതായാലും ക്ഷേത്രാങ്കണത്തിൽ ഒരുമിച്ച് കൂടുകയും ഒരു മഹത് ഗ്രന്ഥത്തിന്റെ നേരത്തെ പറഞ്ഞ ഭക്തിയും അളവും ആഴങ്ങളും അളന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു വേദിയിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെയും ഭക്തിയെയും പറ്റി തന്നെ എനിക്കറിയാവുന്ന വിധത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കും. ആദ്യം ക്ഷേത്രം എന്നാൽ എന്ത് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ സംശയം. അതറിയാത്തവരാരെങ്കിലും ക്ഷേത്രത്തിൽ വരുമോ? സിനിമ കാണാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പലചരക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ആരും ക്ഷേത്രത്തിൽ വരാറുണ്ട്. അപ്പൊ ക്ഷേത്രം എന്തായെന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. സിനിമ കാണാൻ പോകേണ്ടത് സിനിമാ ടാക്കീസിലേക്കാണ്, ക്ഷേത്രത്തിലേക്കല്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ക്ഷേത്രം എന്നാൽ എന്താണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും കരുതുന്നു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥലമാണ്, ദൈവത്തിന്റെ ഇരിപ്പാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെതാണ് ക്ഷേത്രം. ക്ഷേത്രം ആരുടേതാണ് എന്നിടത്ത് തന്നെ തുടങ്ങുന്നു നമ്മുടെ സംശയം. ക്ഷേത്രം ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു ചിന്തിച്ചു വെക്കുക. ക്ഷേത്രം ദൈവത്തിന്റെ ആയിരുന്നെങ്കിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാല് അപാരമായ ശക്തിയും അത്ഭുതവും ഒക്കെ ഉള്ള ഒരു ശക്തി വിശേഷമല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. ഒരു ക്ഷേത്രങ്ങൾ നിർമ്മിക്കണമെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓം ഹ്രീ എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ കാട്ടിയാൽ ഒരു മഹാക്ഷേത്രം, ശ്രീരംഗം ക്ഷേത്രം പോലുള്ള ഒരു ക്ഷേത്രത്തെ എവിടെ പടുത്തുയർത്തിക്കൂടി വല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ഈ പരിമിതമായ അറിവ് വെച്ച് ചിന്തി നോക്കുക, ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഈശ്വരന്റെ അത്ഭുതം കൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്? എവിടെയെങ്കിലും സ്വയംഭൂവായ ഒരുപാട് വിഗ്രഹങ്ങൾ ഉള്ളതായിട്ടാണ്. സ്വയംഭൂവായ ഒരു ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ലാന്ന് പറഞ്ഞുകൂടാ. പക്ഷെ എവിടെയും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. തന്നെ ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ട ക്ഷേത്രമാണ്. പിന്നെ ചില ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ചെകുത്താണ്ടാക്കിയ ക്ഷേത്രമാണ്. അതങ്ങളുണ്ടോന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ക്ഷേത്രം പറഞ്ഞ ചെകുത്താണ്ടാക്കിയത്. അതിൽ ചെകുത്താൻ ദൈവം തമ്മിൽ ചേരുകയാണ് കേട്ടത്. പിന്നെ ഇതിനാ ചെകുത്താൻ ക്ഷേത്രം ഉണ്ടാക്കുന്നു? അത് നമ്മളോടൊക്കെ പറയപ്പെടുന്ന അത്തരം ക്ഷേത്രങ്ങൾ ഇപ്പോഴും പണി പൂർത്തിയാവാണ്ട് കിടക്കുന്ന ക്ഷേത്രമായിട്ട്. അതിന് പറയുന്ന ന്യായം എന്താന്ന് പറഞ്ഞാൽ ചെകുത്താൻ രാത്രി പണിയെടുക്കുള്ളൂ എന്നാണ്. രാത്രി പണിയെടുത്ത് നേരം വെളിച്ചായാൽ പണി എവിടെ എത്തിയൊക്കെ അവിടെ എത്തുള്ളൂ, പിന്നെ ബാക്കി ചെയ്യില്ല എന്നാണ്. ആ ക്ഷേത്രം അങ്ങനെ പണി പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്. സംഗതി ചെലുത്താൻ എത്തിയ ക്ഷേത്രം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അമ്പലം പണി തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങി
മുഴുമിപ്പിക്കണേന്റെ മുമ്പ് ഞാനോ നീയോ എന്ന് പറഞ്ഞ് തർക്കം വന്നിട്ടുണ്ടാവും, അവിടെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കയറി വന്നിട്ടുണ്ടാവും, ഇതിന്റെ ഈ പണി പൂർത്തിയാക്കിയാൽ അങ്ങനത്തെ അപകടമാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്, ഇങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ കയറി വന്നിട്ടുണ്ടാവും. ഇത് രണ്ടായാലും അമ്പലപ്പണി തുടങ്ങിയിട്ട് മുഴുമിപ്പിക്കാതെ ഇട്ടുപോകുന്നവരെ ചെകുത്താന്നല്ലാതെ പിന്നെ എന്തൊരു